ഹലോ ഫ്രണ്ട്സ്, PSC പഠിപ്പുര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിന്റെ ലക്ഷ്യം PSC സംബന്ധമായ കറണ്ട് അഫയേഴ്സ്, GK ആൻഡ് മാത്സ് എന്നീ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുക എന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ PTI പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വിമൻസ് സേഫ്റ്റി, ഷോർട്ടായി പറയുന്നത് നാരി എന്നാണ്. നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വിമൻസ് സേഫ്റ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരം മുംബൈ. നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വിമൻസ് സേഫ്റ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരം മുംബൈ. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം വാരാണസി. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം വാരാണസി. 2025 ഓഗസ്റ്റിൽ ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ്. 2025 ഓഗസ്റ്റിൽ ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാറ്റ് ഡ്രോൺ കാലഭൈരവ്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോളൂ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോൺ കാലഭൈരവ്. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. സംസ്ഥാന സർക്കാർ പുതിയതായി രൂപീകരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷനാണ് K. സോമപ്രസാദ്. സംസ്ഥാന സർക്കാർ പുതിയതായി രൂപീകരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷൻ K. സോമപ്രസാദ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ മധ്യപ്രദേശ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ മധ്യപ്രദേശ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് ഒഡീഷ. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. പൗരന്മാരുടെ ആവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനം ഡീഡ് എന്നാണ് അറിയപ്പെടുന്നത്. പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനമാണ് ഡീഡ്. 2025 ഓഗസ്റ്റിൽ IPL നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിന്നർ R. അശ്വിൻ. 2025 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിന്നറാണ് R. അശ്വിൻ. നെക്സ്റ്റ്, അയ്യങ്കാളി ജയന്തി എന്നാണ്. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ എക്സൈസ് കമ്മീഷണറാണ് മഹിപാൽ യാദവ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ എക്സൈസ് കമ്മീഷണറാണ് മഹിപാൽ യാദവ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ തനതു കലകളും പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയാണ് ഗതിക 2025. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോളൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ തനതു കലകളും പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയാണ് ഗതിക 2025. ഒറ്റപ്പെട്ടവർക്കും വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും ലക്ഷ്യമിട്ട്
കുടുംബശ്രീ ആരംഭിച്ച ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. ഒറ്റപ്പെട്ടവർക്കും വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ വകയാണ് നടക്കുന്നത് ആരംഭിച്ച ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്ന സർവകലാശാലയാണ് MG സർവകലാശാല. മഹാത്മാഗാന്ധി സർവകലാശാലയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ നിലവിൽ വരുന്ന സർവകലാശാല. കാനഡയുടെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി. റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ. രാജ്യത്തെ സമുദ്ര ഉൽപാദന കയറ്റുമതിയിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. നമ്മുടെ കേരളത്തിന് 3-ാം സ്ഥാനമാണ് സമുദ്ര ഉൽപാദന കയറ്റുമതിയിൽ. 1-ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, 2-ാം സ്ഥാനം തമിഴ്നാടുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.